സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനൊരു ഹൃദയസ്പർശം എന്ന പേരിൽ തെഞ്ഞിപ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി സന്ദേശയാത്ര ഒരുക്കി തെഞ്ഞിപ്പലം AUP സ്കൂൾ. തെളിമയുടെ തെഞ്ഞിപ്പലം എന്ന പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു പരിപാടി. അങ്ങാടികളെയും വീടുകളെയും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളിന്റെ പാവനാടകമായിരുന്നു പ്രധാന പരിപാടി. ശരിയാ മുത്തശ്ശി, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്, എത്രയോ വന്യജീവികളും കടൽ ജീവികളും പ്ലാസ്റ്റിക് വയറ്റിൽ ചെന്നിട്ട് ചത്തു. ഞങ്ങളാണ് ഹരിതകർമ്മസേന. നിങ്ങൾ ശേഖരിക്കുന്ന കവറുകളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളും. അപ്പൊ ഒന്നും വലിച്ചെറിയേണ്ട കേട്ടോ. അത് നല്ല കാര്യമാണല്ലോ മാഷേ, പക്ഷെ ചിലരത് തീയിടാറുണ്ട്. അതിന്റെ സ്മെല്ല് വരുമ്പോ സഹിച്ചൂടാ സാറേ, സഹിച്ചൂടാ. അയ്യോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പ്ലാസ്റ്റിക് കവർ തിന്ന ഒരു ആട്ടിൻകുട്ടി ചത്തുപോകുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ VK ശശിഭൂഷൺ രചനയും നിർവഹണവും നടത്തിയതാണ് പാവനാടകം. കടക്കാട്ടുപാറ, വില്ലുന്നിയാൽ, പാണമ്പ്ര, ആലുങ്ങൽ, ചുള്ളോട്ടുപറമ്പ് എന്നീ അങ്ങാടികളിൽ പരിപാടി അവതരിപ്പിച്ചു. ഓരോ കേന്ദ്രങ്ങളിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളായ ആബിദ, രേഷ്മ, മഞ്ജുഷ, രജിത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K മുഹമ്മദ് മുക്താർ പ്ലാസ്റ്റിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പുള്ളോട്ടുപറമ്പിലെ പരിപാടി വാർഡ് മെമ്പർ CM നിഷാബ് ഉദ്ഘാടനം ചെയ്തു. VK ശശിഭൂഷൺ മാസ്റ്റർ എഴുതിയ പ്രകൃതി അറിയാമെന്ന പുസ്തക വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് പദ്ധതി. Air1 ന്യൂസ്, തെഞ്ഞിപ്പലം. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.